ആലപ്പുഴ മണ്ണഞ്ചേരി കുറുപ്പത്ത് മീനാക്ഷിയമ്മയുടെ മകനാണ് പരമേശ്വരക്കുറുപ്പ്. 27-ാം വയസ്സിൽ വൈക്കം പുതുശ്ശേരി ഓമനയെ ജീവിത സഖിയാക്കി. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഇവർക്ക്. കളമെഴുത്തുപാട്ടിനെ ജനകീയമാക്കിയതിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ്. അച്ഛനൊപ്പം 8-ാം വയസ്സിൽ കളത്തിൽ പൊടി വിതറി തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ കലാജീവിതം. മണ്ണഞ്ചേരി കാവുങ്കൽ ക്ഷേത്രത്തിലായിരുന്നു തുടക്കം. കലയോടും വാദ്യങ്ങളോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം സോപാന സംഗീതം, പഞ്ചവാദ്യം, കഥകളി മദ്ദളം എന്നിവ അഭ്യസിക്കുന്നതിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചു. 12-ാം വയസ്സിൽ സോപാന സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ പരമേശ്വരക്കുറുപ്പ് 16-ാം വയസ്സിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ക്ഷേത്രവാദ്യ കലാകാരനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. 17-ാം വയസ്സിൽ നെടുമുടി അഖില കേരള പഞ്ചവാദ്യ സംഘത്തിൽ പഞ്ചവാദ്യ പഠനത്തിന് ചേർന്നു. 3 കൊല്ലത്തെ പഠനം പൂർത്തിയായപ്പോൾ കഥകളി മദ്ദളം പഠിക്കാനായിരുന്നു പിന്നത്തെ മോഹം. അതിനായി അമ്പലപ്പുഴ CM മണിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. കലയോടുള്ള അടങ്ങാത്ത മോഹം തന്നെയാണ് അമ്പലപ്പുഴക്കാരുടെ കുറുപ്പുചേട്ടനെ പ്രശസ്തിയിലേക്ക് നയിച്ചത്. സാധാരണക്കാർക്ക് വരെ മനസ്സിലാകും വിധം കളംപാട്ടിനെ ചിട്ടപ്പെടുത്തിയത് പരമേശ്വരക്കുറുപ്പാണ്. ഭദ്രകാളിയുടെ അംഗോപാംഗ വർണ്ണന നടത്തിക്കൊണ്ടുള്ള സ്തുതിഗീതമാണ് കളംപാട്ട്. പരമേശ്വരക്കുറുപ്പിനെ തേടി ധാരാളം പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കലാരത്നം ബഹുമതി, കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രശസ്തി പത്രം, വൈക്കം പുതുശ്ശേരി രാഘവക്കുറുപ്പ് സ്മാരക കൾച്ചറൽ സെന്ററിന്റെ ക്ഷേത്രാചാര്യ പുരസ്കാരം, തകഴി സാഹിത്യത്തിന്റെ ബഹുമതി പത്രം എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. കലയുടെ വളർച്ചയ്ക്ക് കലാകാരനും കലാകാരന്റെ വളർച്ചയ്ക്ക് കലയും സഹായകമാകുന്ന ഈ അപൂർവ കാഴ്ച ഒരു കലോപാസകന്റെ സബര്യയുടെ ആത്മാർപ്പണത്തിന്റെ ദിശണയുടെ പ്രതീകമാണ്. നിത്യസ്മരണയിലൂടെ നേടിയെടുത്ത മൂർത്തിയുമായുള്ള ഐക്യമാണ് അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പിനെ പ്രശസ്ത കളമെഴുത്ത് ആചാര്യനാക്കിയത്. ദൈവികതയോടൊട്ടി നിൽക്കുന്ന